സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ സ്നാപ്പ് നമ്പർ 1018 വരുന്നത്. ഇത് ശവം സംസാരിക്കുന്നു എന്ന് പറയുന്ന പീച്ച് ആൻ്റണിയുടെ ഒരു ഗദ്യകവിത എന്നുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഗദ്യകവിത എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ശവം സംസാരിക്കുന്നു. ഒരുപാട് നാടകീയതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒരു 4-5-10 ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്. ശവം സംസാരിക്കുന്നു. നോക്കാം. ജീവിതവും മരണവും തമ്മിൽ ശക്തിയേറിയ വടംവലി നടക്കുകയാണ്. ഞാൻ അതിൻ്റെ മധ്യത്തിൽ. ജീവിക്കാനും മരിക്കാനുമുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. എങ്കിലും വിജയസൂചകമായ ഒരു പൈശാചിക മന്ദഹാസം മരണത്തിൻ്റെ ഇരുണ്ട മുഖത്ത് തെളിഞ്ഞു കാണുന്നു. എൻ്റെ മരണത്തിന് ശേഷമേ ഈ അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് എൻ്റെ ശവം സംസാരിക്കുന്നു എന്ന് കരുതുക. ഇതാണ് 1-ാം ഭാഗം. ഗദ്യകവിത എന്നുള്ള രീതിയിലാണ് ഭരത് പീച്ച് ആൻ്റണിയുടെ സമ്പൂർണ്ണ കൃതികൾ 4-ാം വോള്യത്തിലെ ശവം സംസാരിക്കുന്നു എന്നുള്ള അതാണ് 1018-ാമത്തെ സ്നാപ്പായിട്ട് വരുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളിൽ പലർക്കും ഞാനൊരു ഭാരമായിരുന്നു. നിങ്ങൾ എന്നെ കണക്കിലേറെ വെറുത്തിരുന്നു. എൻ്റെ യാചനാപാത്രം എന്നും ഒഴിഞ്ഞതായിരുന്നു. ഒരിക്കലെങ്കിലും അതിൽ ഒരു മണി അരി പോലും വീണിട്ടില്ല. വിലമതിക്കാനാകാത്ത അനേകം സംഭാവനകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. പക്ഷേ നിങ്ങൾ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല. എനിക്ക് ശ്വാസം മുട്ടി. ശൂന്യമായ ആകാശത്തിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് ഞാൻ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു. നിങ്ങളുടെ മുൻപിൽ അതൊരു പേക്കൂത്തായിരുന്നു. നിങ്ങൾ എന്നെ കാർക്കിച്ചു തുപ്പി. ഞാൻ മൂകനായ മുഖം കുനിച്ചുകൊണ്ട് കടന്നുപോയി. 3-ാം ഭാഗത്തിൽ കിടന്നു. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പലതും ഞാൻ പ്രവർത്തിച്ചു, പറഞ്ഞു. നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്ന ചില നിയമങ്ങളെയും ആചാരങ്ങളെയും ഞാൻ ചവിട്ടി തേച്ചു. ഞാൻ വലിയ അപരാധിയായി. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന രീതിയിൽ നിങ്ങൾ നടന്നില്ല. പക്ഷേ ആ കാരണം കൊണ്ട് നിങ്ങളെ ഞാൻ വെറുത്തില്ല. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുമില്ല. നിങ്ങൾ ആദരിക്കുന്ന നിയമങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചവയാണ്. അവയെ ധിക്കരിച്ച ഞാനും മനുഷ്യനായിരുന്നു. വേണമെന്ന് തോന്നിയപ്പോൾ മനുഷ്യൻ നിയമങ്ങൾ സൃഷ്ടിച്ചു. വേണ്ടെന്ന് തോന്നുമ്പോൾ അവയെ ഉപേക്ഷിക്കുകയും ചെയ്യണം. ആദ്യത്തേതിനും രണ്ടാമത്തേതിനും മനുഷ്യനുള്ള സ്വാതന്ത്ര്യം തുല്യമാണ്. സ്വീകരിക്കാം, നിഷേധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തുല്യമാണ്. നിയമം മനുഷ്യൻ്റേതാണ്. മനുഷ്യൻ നിയമത്തിൻ്റേതല്ല. വ്യവസ്ഥാപിതമായ യാതൊരു നിയമസംഹിതയുടെയും ചുവടെ ഒപ്പുവെച്ചുകൊണ്ടല്ല ഞാനും നിങ്ങളും ലോകത്തിലേക്ക് വന്നത്. എൻ്റെ ബലഹീനതകളെ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഞാൻ അത്രമാത്രം ബദ്ധശ്രദ്ധനായിരുന്നില്ല. തന്മൂലം ഞാൻ ദുർമാർഗിയായി. ഭീരുക്കളായ നിങ്ങൾ സ്വന്തം കൊള്ളരുതായ്മകൾ അന്യർ അറിയാതിരിക്കാൻ കരുതലുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധരാണ്. നല്ലവരും ചീത്തവരും തമ്മിലുള്ള അന്തരം ഇത്രക്കേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ നിയമങ്ങളും. ഞാൻ മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ അതിരറ്റ് വിശ്വസിച്ചിരുന്നു. 4-ാമത്തെ ഭാഗത്തിൽ കിടക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. എൻ്റെ ശവശരീരത്തിന് നേരെ നോക്ക്. ഇതിനടുക്കൽ ഒരു ഓടക്കുഴൽ കിടക്കുന്നത് കണ്ടോ? ഇതിൽ നിന്ന് പ്രവഹിച്ച ഗാനനിർദ്ധരിയുടെ മൃദുകല്ലോലമാലകളിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തത്തിക്കളിച്ചിട്ടുണ്ട്. പകയും അസൂയവും നിറഞ്ഞ
നിങ്ങളുടെ ഹൃദയങ്ങൾ. ചീഞ്ഞു നാറി പുഴുക്കൾ നുഴഞ്ഞു കളിക്കുന്ന വ്രണങ്ങളുള്ളൊരു മഹാരോഗി എന്ന പോലെ നിങ്ങൾ എന്നെ അകറ്റി നിർത്തി. പലപ്പോഴും ഞാൻ എൻ്റെ സംഗീതവുമായി നിങ്ങളുടെ മണിമന്ദിരങ്ങളുടെ മുന്നിലേക്ക് വന്നു. എന്നിൽ നിന്നും മുഖം തിരിച്ചു നിന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾ തലയാട്ടി രസിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ യാചനാപാത്രം നിങ്ങളുടെ മുൻപിലേക്ക് നീളുവാൻ ഇടയാകരുതെന്ന കരുതൽ ബുദ്ധിമാന്മാരായ നിങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഏകാഗിയായി പീഡികത്തിണ്ണകളിലും കുപ്പക്കുഴികളിലും ചെന്നിരുന്നു കൊണ്ട് ഈ ഓടക്കുഴലൂതി പതിരാത്രിയുടെ മരവിച്ച അന്തരീക്ഷത്തിൽ എൻ്റെ ഓടക്കുഴൽ നാദം അലിഞ്ഞു ചേർന്നപ്പോൾ നിങ്ങൾ സ്വയം വിസ്തരിച്ചും ആ ഗാനമാധുരിയിൽ അങ്ങനെ ലയിച്ചിരുന്നു. എൻ്റെ ദർശനമാത്രയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന കവാടങ്ങളും ജാലകങ്ങളും എൻ്റെ ഗാനത്തിനു വേണ്ടി തുറക്കപ്പെട്ടിരുന്നു. പക്ഷേ എൻ്റെ പ്രാണവായുവാണ് ആ കുഴലിൽ കൂടി സംഗീതമായി പ്രവഹിക്കുന്നതെന്ന കാര്യം ചിന്തിക്കാൻ പോലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എൻ്റെ വിശപ്പ് ഒരപരാധമായിരുന്നു. എൻ്റെ നഗ്നത അതിനേക്കാൾ വലിയ അപരാധമായിരുന്നു. ഞാൻ ഈ പറയുന്നതിനൊന്നും ഒരടുക്കും മുറയുമില്ലെന്ന് എനിക്കറിയാം. മരിച്ചു കഴിഞ്ഞ് ഞാൻ എന്തിനടുക്കും മുറയും നോക്കണം? ഇതാണ് 4-ാം ഭാഗം. 5-ാം ഭാഗം. ഞാൻ ജീവിച്ചിരുന്നപ്പോഴത്തെ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നു. എനിക്കൊരു കാമുകിയുണ്ടായ കഥ. എന്നെപ്പോലെ തന്നെ അലഞ്ഞു നടന്നിരുന്ന വെറുക്കപ്പെട്ട ഒരു ജീവിയായിരുന്നു അവളും. അന്ന് ആകാശത്തിൽ ഒരു നക്ഷത്രം പോലും ഉണ്ടായിരുന്നില്ല. പതിവുപോലെ ഞാൻ അർദ്ധരാത്രിയിൽ ഏകാഗിയായിരുന്നു ഓടക്കുഴൽ വായിക്കുകയായിരുന്നു. ഇരുളിൻ്റെ ഗർഭത്തിൽ എങ്ങു നിന്നോ ഒരു വെള്ളിമേഘം പോലെ അവൾ എൻ്റെ മുൻപിൽ വന്നു നിന്നു. അവളുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ തുളുമ്പി നിന്നു. ഏറെ നേരത്തേക്ക് ഞങ്ങൾ പരസ്പരം ഉരിയാടിയില്ല. എൻ്റെയും അവളുടെയും ഹൃദയങ്ങൾ ശക്തിയായി മിടിച്ചുകൊണ്ടിരുന്നു. മുഖവും അനർഘവുമായ ആ നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്നു. അനേക യുഗങ്ങൾക്ക് മുൻപ് മുതൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നവരെ പോലെ ഞങ്ങൾ തോളോട് തോൾ ചേർന്നിരുന്നു. ഞാൻ കുഴലൂതി, അവളൊരു അക്കുയിലിനെ പോലെ പാടി. കനത്ത കുരിലിനെ തുളച്ചു കയറുന്ന മിന്നാമിനുങ്ങളെപ്പോലെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് പാഞ്ഞു കയറി. കരളിൽ അവാച്യമായൊരു കൊരിത്തരിപ്പുണ്ടായി. പക്ഷെ അപ്പോഴും എൻ്റെ കൺപീലികൾ നനഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നോ? നിങ്ങളെ ഞാൻ കണക്കിലേറെ ഭയപ്പെട്ടു. സംസ്കാര സമ്പന്നരും സദാചാര നിരതരും പരിഷ്കാരികളുമായ നിങ്ങളെ ഞാൻ ഭയപ്പെട്ടു. നിങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ ഹൃദയബന്ധം സദാചാര വിരുദ്ധമായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ കണ്ണുതിരുമ്മി എഴുന്നേറ്റു. കിഴക്കേ ദിക്കിൻ്റെ കവിൾത്തടങ്ങൾ കരഞ്ഞു ചുവന്നിരുന്നു. പുൽക്കൊടികളും കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചുറ്റും നോക്കി. അവളെ കണ്ടില്ല. എൻ്റെ സർവവും നഷ്ടമായി. ഞാൻ വാവിട്ട് നിലവിളിച്ചു. അങ്കമൊക്കെ പരക്കം പാഞ്ഞു അവളെ തേടി. ഭ്രാന്തനെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കല്ലെടുത്തെറിഞ്ഞു. എനിക്ക് മനസ്സിലായി അവളെ എന്നിൽ നിന്ന് അകറ്റിയത് നിങ്ങളാണെന്ന്. പിന്നീട് മരണം വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. 6. നിങ്ങൾക്ക് ധൈര്യം വരുന്നുണ്ടോ? എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ ധൈര്യം വരുന്നുണ്ടോ? പല്ലിളിച്ച് വാ പിളർന്ന് നാക്ക് നീട്ടി കണ്ണുകൾ തുറിച്ച് ബീഭത്സമായ ഈ മുഖത്തേക്ക് നിങ്ങൾ ഞെട്ടിപ്പോകുന്നു അല്ലേ? ഞെട്ടിപ്പോകുന്നു. ഈ ഉണങ്ങിയ ശരീരത്തിലേക്കൊന്ന് നോക്കൂ. അല്ല, ഈ അസ്ഥിക്കൂടത്തിലേക്കൊന്ന് നോക്കൂ. ചേറും പൊട്ടിയും മിളച്ച വസ്തുക്കളും പുരണ്ട തോലുകൊണ്ടല്ലേ അത് പൊതിയപ്പെട്ടിരിക്കുന്നത്? വല്ലാത്ത ദുർഗന്ധമല്ലേ? വല്ലാത്ത ദുർഗന്ധം. നിങ്ങൾക്ക് അറപ്പ് തോന്നും. 7. വാടി വീണൊരു പനിനീർ പൂ പോലെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു.
ജീവിച്ചിരുന്നപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മന്ദഹസിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. നൃത്തം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു നർത്തകനെ പോലെ ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു. ഞാൻ മരിച്ചു കിടക്കുമായിരുന്നു. ജീവിതോദ്ദേശ്യങ്ങളിൽ ഒന്നെങ്കിലും നിറവേറ്റുവാനുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ. പാട്ട് കേട്ടുറങ്ങിയ ഒരു ശിശുവിനെ പോലെ ഞാൻ മരിച്ചു കിടക്കുമായിരുന്നു. എൻ്റെ ഭിക്ഷക്കാരിയായ കാമുകിയുടെ മടിയിൽ അണച്ചുകൊണ്ടാണ് ഞാൻ അന്ത്യശ്വാസം വലിച്ചതെങ്കിൽ എന്നാൽ ഒരിക്കലെങ്കിലും എൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. എൻ്റെ ജീവിതം വെറും മരുഭൂമിയായിരുന്നു. കൂരിരുട്ടിൽ ഏകാഗിയായി കിടന്ന് അസഹനീയമായ വേദനയോടെ കൈകാലുകൾ നിലത്തിൽ തടിച്ചു ഞാൻ മരണശ്വാസം വലിച്ചു. ഭയങ്കരമായ അന്ത്യനിമിഷത്തിൽ എൻ്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? എന്നെപ്പോലെ തന്നെ ചടച്ച് എല്ലും തോലുമായ ഒരു നായ. ബെർത്തോൾഡ് ബ്രെയ്റ്റിൻ്റെ തെണ്ടി അഥവാ ചത്തനായ നാടകം ഓർത്തുപോകും. എന്നെപ്പോലെ തന്നെ ചടച്ച് എല്ലും തോലുമായ ഒരു നായ. അതെൻ്റെ അടുക്കലിരുന്ന് ആകാശത്തിലേക്ക് നോക്കി ഓലയിടുകയായിരുന്നു. മനുഷ്യൻ കരയുന്ന പോലത്തെ. അനന്തമായ ഇരുൾ പരപ്പിന് മുകളിൽ ചില നക്ഷത്രങ്ങൾ മരണവേദന അനുഭവിക്കുന്നെന്നെ കണ്ണിമയ്ക്കാതെ പകച്ചു നോക്കിക്കൊണ്ടു നിന്നു. ഈ ഭൂഗോളം മുഴുവൻ പൊട്ടിത്തെറിച്ചേക്കുമോ എന്ന് അവ സംശയിക്കുകയായിരുന്നുവോ? ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ മുക്കിന്മേൽ വിരൽ വെച്ചുകൊണ്ട് അനുകമ്പാപൂർവം ഇങ്ങനെ പറഞ്ഞേക്കും, അയ്യോ പാവം, വളരെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകില്ലായിരുന്നു. പാവം, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, വളരെ കഷ്ടപ്പെട്ടാണ് മരിച്ചത്. ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകുകയില്ലായിരുന്നു. അപ്പോൾ അത് കേൾക്കാനും ചാടിയെഴുന്നേൽക്കാനുമുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പറഞ്ഞവൻ്റെ മോന്തയ്ക്ക് ചവിട്ടുമായിരുന്നു. ഞാൻ ആ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ഇപ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങളത് തെളിയിക്കുക. എൻ്റെ ശവക്കല്ലറയുടെ മുകളിൽ താഴെ കാണുന്ന വരികൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുതി വയ്ക്കുക. വളരെ പ്രശസ്തമായ വരികളാണ്. വിലമതിക്കാനാകാത്ത അനേകം കഴിവുകളുണ്ടായിരുന്നിട്ടും യാതൊന്നും നേടാതെയും എണ്ണിയാലൊടുങ്ങാത്ത അഭിലാഷങ്ങളിൽ ഒന്നുപോലും നിറവേറാതെയും ആയുഷ്കാലത്തിൽ ഒരു നിമിഷമെങ്കിലും ആശ്വസിക്കാൻ കഴിയാതെയും സ്വന്തമെന്ന് പറയാനും സ്നേഹിക്കാനും ഒരു ജീവി പോലും ഇല്ലാതെയും ആരംഭം മുതൽ അവസാനം വരെ തീച്ചൂളയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒരു ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് ശവം സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാന ഡയലോഗ്. പിജാനിയുടെ വളരെ വ്യത്യസ്തമായൊരു രചനയാണ്. 1950 പെയിൽ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുകച്ചുരുൾ എന്ന സമാഹാരത്തിൽ നിന്നാണ്. ഇന്ന് ഈ ഒരൊറ്റ സ്നാപ്പേ ചെയ്യുന്നുള്ളൂ. നാളെയും മറ്റന്നാളും 3-4 ദിവസമായിട്ട് കുറച്ച് കൂടുതലെണ്ണം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ചാക്കോടി അന്തിക്കാട്, നാടക സാധകം ചേർപ്പ്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീണ്ടും ഇങ്ങനെ പിജാനിയുടെ പല രചനകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഓർമ്മപ്പെടുത്തലാണ്, പിജാനിയുടെ ജന്മശതാബ്ദി വർഷമാണ് 2025. 1925 ജനുവരി 1, 2 എന്നും പറയപ്പെടുന്നു. എന്തായാലും 1925 ജനിച്ചു, 2025 ആകുമ്പോഴേക്കും 100 വർഷമാണ്. ഈ 100 വർഷം കൊണ്ട് നമ്മൾ കേരളം എന്ത് മാറി, എങ്ങനെ മാറി, ലോകം എങ്ങനെ മാറി, ഇന്ത്യ എങ്ങനെ മാറി. വീണ്ടും നമ്മൾ ഈ കൃതികളിലൂടെ പോകാനുള്ള കാരണം, ഈ കൃതികൾ നമുക്ക് വീണ്ടും സമരം ചെയ്യാനുള്ള ആഹ്വാനം തരുന്നതിനുള്ള
അതിനുള്ള ഊർജം നിത്യജീവിതത്തിൽ നമ്മൾ നീതിബോധത്തോടുകൂടി ജീവിക്കാനുള്ള ഊർജം തരുന്നുണ്ട്. എന്താണ് സമ്പന്നൻ, എന്താണ് ദരിദ്രൻ, ആ വൈരുദ്ധ്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് പി ജാനിയുടെ എല്ലാ രചനകളും എന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ സ്നാപ്പോട് അവസാനിപ്പിക്കുകയാണ്. പി ജാനി സമ്പൂർണ്ണ കൃതികൾ 4ാം വോള്യം. ലാൽ സലാം.